ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലായി, ജീവിതത്തിന് ചൈതന്യമായി മാറത്തക്ക നിലയിൽ പരിശുദ്ധാത്മ അതിശക്തമായി തൊടുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 126 സങ്കീർത്തനം 1 വാക്യം. യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെഴുത്ത്, സങ്കീർത്തന ഭാഗം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി ഇടപെടുന്ന ദൂത്. ദൈവം തൻ്റെ ജനത്തെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തിയപ്പോൾ അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്നത്, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ദൂത് പകരുക, ഏത് ഞെരുക്കത്തിൽ നിന്നും മടക്കി വരുത്തുവാൻ കഴിയുള്ള ദൈവം, ഏത് പ്രയാസത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ മതിയായ ദൈവം, ഏത് അവസ്ഥയിൽ നിന്നും ഏത് സാഹചര്യത്തിൽ നിന്നും ഭക്തരുടെ പ്രാർത്ഥനയും ആഗ്രഹവും അനുസരിച്ച് ഇന്നും വിടുവിപ്പാനും ചെയ്തു തരുവാനും വിശ്വസ്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ചില മടങ്ങി വരവ് അത് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ജീവിതത്തിൻ്റെ പാന്താവുകളിൽ അപ്രകാരം കർത്താവ് ചില പ്രവർത്തികളെ അയക്കാൻ പോകുന്നു. ദൈവം ചില പ്രവർത്തികളെ വെളിപ്പെടുത്താൻ പോവാം. കർത്താവ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തപ്പോൾ, ഇവർക്ക് യഥാസ്ഥാനം വെളിപ്പെട്ടു വന്നപ്പോൾ ഇവർ പറയുന്നു, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു കൊടുത്ത കാര്യം ഒരു സ്വപ്നം കാണുന്നത് പോലെ അവർക്ക് തോന്നിപ്പോകുക. വിശ്വസിക്കാൻ ഒട്ടും കഴിയാതെ, അത് ഉൾക്കൊള്ളുവാൻ ഒട്ടും കഴിയാത്ത നിലയിലുള്ള ഒരു മഹത്വം, ദൈവപ്രവൃത്തിയാ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു കൊടുത്തത്. ഇന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഇതുപോലെ ദൈവത്തിൻ്റെ പൈതലെ സ്വപ്നം കാണുന്നത് പോലെ ചില മേഖലകൾ ദൈവം തുറന്നു തരാൻ പോവുക. ദൈവം എത്തിക്കുന്ന ഇടത്ത് എത്തിയ ശേഷം നിശ്ചയമായി ചിന്തിക്കും, ഇത് സ്വപ്നമാണോ? ദൈവം ചില കാര്യങ്ങൾ അങ്ങ് തരാൻ പോവുക. ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങളില്ലേ, ജോലിയെക്കുറിച്ചും ഭവനത്തെക്കുറിച്ചും ഈ തലങ്ങളിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന തലങ്ങൾ പരിശുദ്ധാത്മ അതിശക്തമായി വെളിപ്പെടുത്തുക. സ്വപ്നം കാണുന്നത് പോലെ അതിനായി കഴിയുമ്പോൾ, അത് ലഭിച്ചു കഴിയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവം എനിക്ക് വേണ്ടി ഇപ്രകാരം ചെയ്തോ, കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തി ഇത്ര വലുതോ, ഇപ്രകാരം സ്വപ്നം കാണുന്നത് പോലെ ഒരു ദൈവ പ്രവൃത്തി ജീവിതത്തിൻ്റെ തലങ്ങളിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ പ്രവൃത്തി ജാതികൾ പറയുന്നു, അവരിൽ ദൈവം വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വൻകാര്യങ്ങൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് വിധിക്കുന്നവരും വിമർശിക്കുന്നവരും കളിയാക്കുന്നവരൊക്കെ ദൈവത്തിൻ്റെ വൻ പ്രവർത്തികൾ കാണും, ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ കാണും. അത് ദൈവം നിശ്ചയിച്ചിരിക്കുക, അത് കർത്താവ് നിർണയിച്ചു കഴിഞ്ഞിരിക്കുക.
അപ്രകാരമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ പോകുന്നത്. ദൈവം ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം മാത്രമല്ല, വചനം പറയുന്നു അവൻ വൻ കാര്യങ്ങൾ തൻ്റെ മക്കൾക്ക് വേണ്ടി, ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, നിലവിളിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ചെറിയ കാര്യമല്ല ചെയ്തു തരാൻ പോകുന്ന വൻ കാര്യം കർത്താവിതാ ചെയ്തു തരാൻ പോവാ. തലമുറയ്ക്ക് വേണ്ടി വൻ കാര്യവിതാ ചെയ്തു തരാൻ പോവാ. ഇന്ന് നിന്ദിക്കുന്നവരുടെ ജാതികളുടെ മധ്യേ, ആ ദേശത്തിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുക, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന വൻ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇന്ന് ദൂത് വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെറിയ കാര്യങ്ങളല്ല, വൻ കാര്യങ്ങൾ ജാതികളുടെ അതിരത്തിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കുന്ന നിലയിലാണ് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തിയെ സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നത്. സ്വപ്നം കാണുന്നത് പോലെ ദൈവത്തിൻ്റെ പൈതലേ, ചില വാഗ്ദത്തങ്ങൾ നിറവേറുമ്പോൾ, ചില പദ്ധതികൾ ദൈവം നടപ്പിൽ വരുത്തുമ്പോൾ ഇതാ പറയാൻ പോകുന്നത്, ഒരു സ്വപ്നം കാണുകയാണോ, ഒരു സ്വപ്നം കാണുവാണോ, അതുപോലെ ദൈവത്തിൻ്റെ വൻ കാര്യം, ദൈവത്തിൻ്റെ വൻ പദ്ധതി ഇതാ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നികൽപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ സാഹചര്യം കണ്ടുവൻ കർത്താവെ ഒരു മടങ്ങി വരവ്, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ കർത്താവിൻ്റെ പദ്ധതികൾ ഈ ദിവസങ്ങളിൽ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.